കാശ് പോണോരോ വഴികള്. UK വന്നു കഴിയുമ്പോൾ നമുക്ക് ഹെൽത്ത് സർവീസസ് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ GP രജിസ്ട്രേഷൻ ചെയ്യണം. ജനറൽ പ്രാക്ടീഷണർ. ഗൂഗിളിൽ കയറുക, GP സെർച്ച് ചെയ്യുക, രജിസ്റ്റർ ചെയ്യുക. സോ നമ്മളെ ആക്സെപ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അവിടുന്ന് കൺഫർമേഷൻ കിട്ടും. സോ നമുക്കൊരു അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മുടെ പ്രൈമറി കോൺടാക്റ്റ് ഈ GP ആണ്. ബട്ട് ദ ഫ്രസ്ട്രേറ്റിംഗ് പാർട്ട് ഈസ് നമ്മളിപ്പോൾ ഒരു അപ്പോയിൻമെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ 2 to 1 വീക്ക് 2 days to 1 വീക്കാണ് അവരെ കാണാനായിട്ട് നമുക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടുന്ന ഒരു ടൈം എന്ന് പറയുന്നത്. എനിക്കുണ്ടായ ഒരു എക്സ്പീരിയൻസ്, എനിക്കൊരു തൊണ്ടവേദന വന്നു. സോ ഈ നാട്ടിൽ ആസ് ഫാർ ആസ് ഐ നോ ബേസിക് ആയിട്ടുള്ള എല്ലാ അസുഖങ്ങൾക്കും പാരസിറ്റമോളാണ് കൊടുക്കുക. അപ്പോൾ ഞാൻ പാരസിറ്റമോൾ കഴിച്ചു നോക്കി. ബട്ട് ഒരു 3 weeks ആയപ്പോഴേക്കും തീരെ വയ്യാഞ്ഞിട്ട് ഞാൻ GP രജിസ്റ്റർ ചെയ്തു. ബട്ട് ലൈക്ക് ഐ സൈഡ് കുറേ ദിവസം എടുത്തു കാണാനായിട്ട്. 5 മിനിറ്റിൻ്റെ കൺസൾട്ടിങ്ങിനാണ് ഇത്രയും സമയം എടുക്കുന്നത്. അതാണ് ഫ്രസ്ട്രേറ്റിംഗ്. അതൊക്കെ കഴിഞ്ഞ് ഇറങ്ങി മരുന്ന് വാങ്ങാൻ അപ്പോഴാണ് കിളി പോയത്. ഇഫ് യു ആർ അണ്ടർ 18 or over 60, മെഡിസിൻ ഇസ് ഫ്രീ ഇൻ UK. ബട്ട് ഇൻ ബിറ്റ്വീൻ ആണെന്നുണ്ടെങ്കിൽ വി ഹാവ് ടു പേ. അതും ഒരു മെഡിസിന് മിനിമം 10 pound. ഫോർ മീ ഐ പെയ്ഡ് 45 pounds ഫോർ ജസ്റ്റ് ആൻ ആൻറ്റിബയോട്ടിക്, പാരസെറ്റമോൾ ആൻഡ് എ ഗാർഗ്ലിംഗ് മെഡിസിൻ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നാട്ടിൽ നിന്ന് എന്തെങ്കിലും മരുന്നൊക്കെ കൊണ്ടുവരാനുണ്ടെങ്കിൽ പ്രിസ്ക്രിപ്ഷനോട് കൂടി കൊണ്ടുവന്നോളുക. ഇവിടെ വന്നു കഴിഞ്ഞിട്ട് പിന്നെ എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ കൺസൾട്ട് ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. മെഡിസിൻ ആണെങ്കിൽ പൊരിഞ്ഞ റേറ്റുമാണ്.